ഇന്ത്യയിലുണ്ടായ ടെററിസ്റ്റ് അറ്റാക്കിന്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാവുന്നത് ശരിക്കും ഇന്ത്യയുടെ മതേതരത്വമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യ ഒരു മതേതര രാജ്യമാണെന്ന് നമുക്ക് നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ. അതേപോലെ തന്നെ ഒരു സഹോദരി ആ ആക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുകയും അതിനെക്കുറിച്ച് പിന്നീട് വിവരിക്കുകയും ചെയ്തപ്പോൾ തന്നെ രക്ഷപ്പെടുത്തിയത് മുസ്ലിം സഹോദരങ്ങളാണ് എന്ന രീതിയിൽ ആ പെൺകുട്ടിക്ക് തന്നെ പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ വർഗീയത എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയുടെ ധീരരായ 2 ആളുകൾ തന്നെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്നതിന് പകരം 2 മുസ്ലിം സഹോദരങ്ങൾ തന്നെ രക്ഷപ്പെടുത്തി എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ. മാധ്യമങ്ങളൊക്കെയും തന്നെ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചോദിച്ച് അവിടെ മുസ്ലിം ചെറുപ്പക്കാർ തന്നെയാണ് രക്ഷപ്പെടുത്തിയത്, അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ എല്ലാവരും തീവ്രവാദികളല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ടി വരുന്ന അവസ്ഥ. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്കെതിരല്ല എന്ന് ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ വർഗീയത. കാരണം ഇവിടെ മതേതരത്വമാണ് എന്ന രീതിയിൽ അമ്പലത്തിലേക്ക് സ്വീകരണങ്ങൾ ഒരുക്കുന്ന ഒരുപാട് പള്ളി കമ്മിറ്റികൾ, ഹിന്ദുക്കൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ അവർക്ക് സ്വീകരണം നൽകുന്ന മുസ്ലിങ്ങൾ, നബിദിനത്തിന് മുസ്ലിങ്ങൾക്ക് സ്വീകരണം നൽകുന്ന ഹിന്ദുക്കൾ, എന്നിട്ട് പറയും മതേതരത്വമാണ് ഇവിടെ നടക്കുന്നത് എന്ന്. ഒരിക്കലും അത് മതേതരത്വമാണെന്ന് പറയാൻ സാധിക്കില്ല. ഇതുപോലുള്ള കോപ്രായങ്ങൾ കാണിച്ച് വേണം ഇവിടെ മതേതരത്വം ഉണ്ട് എന്ന് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ എന്ന് മാത്രമേ ഇതിലൂടെ തോന്നുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ മുസ്ലിം ഹിന്ദുക്കൾ ഐക്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു നാടാണെങ്കിൽ ഇവിടെ മതേതരത്വമാണ് മെയിൻ എന്ന രീതിയിൽ നമുക്ക് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങൾ തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അവിടെ അവർക്ക് മതത്തിന്റെ പേരിൽ ഭിന്നിച്ച് പരസ്പരം അടികൂടാൻ സമയമില്ല. മതത്തെക്കുറിച്ച് പറഞ്ഞ് പലതരത്തിലും വിഭജനങ്ങൾ ഉണ്ടാക്കാൻ സമയമില്ല. ഒരു മതത്തിന് മറ്റൊരു മതത്തിന്റെ പേരിൽ അഭിനന്ദനങ്ങളും അതേപോലെ തന്നെ സ്വീകരണങ്ങളും നൽകി ഇവിടെ മതേതരത്വമാണ് മൈൻ എന്ന രീതിയിൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയും വരുന്നില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവിടെ വർഗീയതയില്ല, ആളുകൾക്കിടയിൽ വിഭജനമില്ല എന്നത് തന്നെയാണ്. അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ അവസ്ഥ. ഒരു പക്ഷേ കേരളമാണ് ലോകത്തിലെ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം എന്ന് നമുക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ടാവാം. കേരളത്തെ കുറ്റപ്പെടുത്തുന്ന പല ആളുകളും മറ്റുള്ള സ്റ്റേറ്റിനെ കുറിച്ച് വ്യക്തമായ രീതിയിൽ പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അവിടെയൊക്കെ ജീവിക്കുന്ന ആളുകളുടെ ജീവിതം തന്നെ വളരെ കഷ്ടപ്പാടിലാണ്. തീർച്ചയായിട്ടും അവിടെയൊക്കെ തന്നെ വർഗീയത അളമുട്ടി നിൽക്കുന്നു. പലയിടത്തും ഹിന്ദു മുസ്ലിം സംഘർഷങ്ങൾ പല സമയത്തുമായി ഉണ്ടാവുന്നുണ്ട്. മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയിലേക്ക് ഹിന്ദുക്കൾക്ക് പോകാൻ മടി, അതേപോലെ തന്നെ ഹിന്ദുക്കൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയിലേക്ക് മുസ്ലിങ്ങൾക്ക് പോകാൻ മടി. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയ മലപ്പുറമാണെന്ന് വിചാരിക്കുക. എന്നാൽ അവിടേക്ക് ഒറ്റയ്ക്ക് പോകാൻ ഒരു ഹിന്ദുവിനോ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ കേരളത്തിൽ തിങ്ങിപ്പാർക്കുന്ന ഹിന്ദു ഏരിയയിലേക്ക് ഒരു മുസ്ലിമിനും ഒറ്റയ്ക്ക് പോകാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള കേരളത്തിലെ സ്ഥിതി തന്നെ നമുക്ക് വ്യക്തമായ രീതിയിൽ കമന്റ് ബോക്സുകളൊക്കെയും തന്നെ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്തുമാത്രം വർഗീയ മനസ്സിൽ വെച്ചാണ് ഓരോ ആളുകളും സംസാരിക്കുന്നത് എന്ന് തന്നെ. ഒരുപക്ഷെ എല്ലാ മതത്തിലും ഈ വർഗീയവാദികൾ തീർച്ചയായിട്ടും ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമുക്ക് പല കോപ്രായങ്ങൾ കാണിച്ച് ഇവിടെ വർഗീയത ഇല്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ തന്നെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റിൻ്റെ സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. UP പോലുള്ള സ്റ്റേറ്റിലെ ആളുകളോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ എത്രമാത്രം വർഗീയപരമായ ചിന്താഗതിയിലൂടെയാണ് ആളുകൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെ ചെയ്യിപ്പിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ്. വിഡ്ഢികളായ കഴുതകളായ നമ്മൾ ജനങ്ങൾ ഇതിനൊക്കെയും തന്നെ അടിമയായി മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മാറാൻ തയ്യാറായാൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നമുക്കെതിരെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ പലപ്പോഴും സാധിക്കുന്നത് അതല്ലെങ്കിൽ സംഭവിക്കുന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗം മറ്റുള്ള മതവിഭാഗത്തെ കൊലപ്പെടുത്താൻ തയ്യാറാവുന്നു എന്ന രീതിയിൽ പ്രസ്താവിപ്പിക്കുകയും അവര് വളർന്നു വന്നാൽ നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് ഒരു വിഭാഗം പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിഭാഗം അതിലേക്ക് ഉറച്ചു നിൽക്കുമ്പോൾ മറുവിഭാഗവും ഇതേ തന്ത്രം തന്നെ കൊണ്ടുവരിക. നമ്മളും ഒരുമിച്ച് നിൽക്കണം എന്ന രീതിയിൽ അവരുടെ രാഷ്ട്രീയ പാർട്ടിയെ വളർത്താൻ വേണ്ടി അവരും പരിശ്രമിക്കുന്നു എന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്നല്ല കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പോലും വർഗീയത പറയാതെ വോട്ട് ചോദിക്കാൻ ഒരു പാർട്ടിയെ കൊണ്ടും സാധിക്കുന്നില്ല. അതിന്റെ പേരിലല്ലാതെ ഒരാൾക്കും വിജയിക്കാനും സാധിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരിക്കലും ഇവിടെ മതേതരത്വമല്ല നടക്കുന്നത്, മറിച്ച് നമ്മൾ എല്ലാവരും തന്നെ ഓരോ ഭാഗത്തിന്റെ അടിമകളായിക്കൊണ്ട് നമ്മൾ പരസ്പരം മണ്ടന്മാരാവുക മാത്രമാണ് ചെയ്യുന്നത്.